ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വർക്ക് ഫ്ലോ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വർക്ക് ഫ്ലോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഒരു UGC കോണ്ടന്റ് ക്രിയേറ്ററാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ UGC കോണ്ടന്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയുണ്ടാവും. യൂസർ ജനറേറ്റഡ് കോണ്ടന്റ്, അതായത് നമ്മുടെ ഒരു റിയൽ ലൈഫ് യൂസർ വെച്ചിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഹോൾഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സർവീസിനെ പറ്റിയോ അവർ സംസാരിക്കുന്ന കോണ്ടന്റ്. അപ്പോൾ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. അതായത് ഈ പ്രൊഡക്റ്റ് വെച്ചിട്ട് ഇത്. I love that this gives me smooth, focused energy for my workout. 0 sugar and under 10 calories, and I don't get that crash. All right, let's go. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് വെച്ചിട്ട് ഇത്. I always use Parachutes 100% pure coconut oil for my champy. It really penetrates, makes my hair stronger and my skin so soft with zero chemicals. ഇനിയിപ്പോൾ മലയാളം വേണമെന്നുണ്ടെങ്കിൽ ഇതാ. ഇതന്നെ ഞാൻ ട്രെയിനർ ലോഗിൽ ഉണ്ടാക്കുന്നത് നമ്മളെ ഇഷ്ടമാണ്. ഈ 100% പ്യുവർ കോക്കനട്ട് ഓയിൽ തലയിൽ ഡീപ്പ് നറിഷ്മെന്റ് കൊടുത്തുമുട്ടി ലൈറ്റം ഷിഞ്ഞം ചമ്മ സോഫ്റ്റ് ആക്കാണ് സഹായിക്കുന്ന കെമിക്കൽ. ഓക്കെ, അപ്പം മലയാളം ചെറുതായിട്ടൊന്ന് പാളിപ്പോയി, പക്ഷേ ബാക്കി രണ്ടും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറും 15 രൂപയാവുള്ളൂ. ഒരു വീഡിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറും 15 രൂപ. അത് എത്ര ചീപ്പാണെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു വർക്ക് ഫ്ലോ എങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് ആദ്യത്തെ 2 വീഡിയോ അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യാന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന വർക്ക് ഫ്ലോ. അപ്പോൾ ഈ വർക്ക് ഫ്ലോയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് സോറ 2 ആണ്. അതായത് നമ്മുടെ ഓപ്പൺ എഐയുടെ പുതിയ മോഡലായിട്ടുള്ള സോറ 2. നമ്മൾ സോറ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. അതുപോലെ തന്നെ സോറ അവൈലബിൾ ആവണമെങ്കിൽ തന്നെ നമുക്ക് അവരുടെ ഇൻവൈറ്റ് കോഡ് വേണം. അപ്പോൾ ഈ ഒരു ഇൻവൈറ്റ് കോഡ് ഇല്ലാതെ തന്നെ നമ്മുടെ N8Nൻ്റെ ഉള്ളിൽ നമ്മളെങ്ങനെ സോറ യൂസ് ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ ഇതേപോലത്തെ UGC കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം എങ്ങനെയെന്നുള്ളതുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു വർക്ക് ഫ്ലോ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് 2 ടൂൾസേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതായത് നമ്മുടെ ഗൂഗിൾ ഷീറ്റും അതുപോലെ തന്നെ കിയ API. അപ്പോൾ ആദ്യം തന്നെ ഗൂഗിൾ ഷീറ്റിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, നമ്മൾ എന്ത് പ്രൊഡക്റ്റാണോ UGC ആയിട്ട് ഉപയോഗിക്കാൻ വിചാരിക്കണേ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ അവിടെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ, അതുപോലെ തന്നെ ICP അതായത് കസ്റ്റമർ പ്രൊഫൈൽ എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ്, നമ്മുടെ വീഡിയോ സെറ്റിംഗ്, അതായത് ആ ഒരു വീഡിയോൻ്റെ പ്രോംപ്റ്റ് എങ്ങനെ വരണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ പ്രൊഡക്ഷന് വേണ്ടി റെഡിയാക്കാൻ കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ ഒരു ഷീറ്റിൻ്റെ ടെംപ്ലേറ്റ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് കിയ API. അപ്പോൾ ഈ കിയ API എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു N8Nൻ്റെ ഉള്ളിലോട്ട് നമുക്ക് സോറ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മൾക്ക് HTTP നോഡ് വെച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് API റിക്വസ്റ്റ് കൊടുക്കൽ. അപ്പോൾ ഈ കിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ആഗ്രിഗേറ്ററാണ്. നമ്മുടെ വീഡിയോ അതുപോലെ തന്നെ LLM മോഡൽസിൻ്റെ ഒരു ആഗ്രിഗേറ്ററാണ്. ഇവിടെ നമുക്ക് ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതിൽ ചിലതൊക്കെ വീഡിയോ മോഡൽസ് പരിചയമുള്ള ആൾക്കാർക്കാണെങ്കിൽ അറിയുണ്ടാവും. നമുക്ക് VO3 അവൈലബിൾ ആണ്, സോറ അവൈലബിൾ ആണ്, ഹൈലുവോ, ക്ലിങ്, അതുപോലെ തന്നെ റൺവേ. ഇനിയിപ്പോൾ ഇമേജസ് ആണെങ്കിൽ നമുക്ക് നാനോ ബനാന, സീഡ്രീം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ API മാർക്കറ്റിൽ പോയാൽ കാണാൻ പറ്റും ഏതൊക്കെ മോഡൽസ് അവൈലബിൾ ആണെന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സോറ 2 മോഡലാണ്. അപ്പോൾ ഈ ഒരു സോറ 2 നമുക്ക് അവരുടെ സോറ 2ൻ്റെ UI വെച്ചിട്ടല്ലാതെ നമുക്ക് N8Nൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാൻ പറ്റും ഇവിടുത്തെ API കോൾ വെച്ചിട്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ HTTP റിക്വസ്റ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഡിഫൈൻ ചെയ്യാം. ഇതുവരെ അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഈ HTTP റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ ടൂൾസ് ഉണ്ടല്ലോ, ഒരുപാട് ടൂൾസ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതല്ലാതെ ഇതിൻ്റെ പുറത്തോട്ടുള്ള കസ്റ്റം ടൂൾസ് നമുക്ക് ഇതിലോട്ട് വിളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു HTTP റിക്വസ്റ്റ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ ടൂൾസും അതേപോലെ തന്നെ ഈ ഗൂഗിൾ ഷീറ്റ്സ്, AI ഏജൻറ്റ്, ഇതെല്ലാം ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ അത് അവിടെ ഇതിലൊരു റാപ്പറായിട്ട് കൊടുത്തിട്ട് ഇവിടെ ഓട്ടോമാറ്റിക് ഇൻ്റഗ്രേറ്റഡ് ആണെന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഇതിൽ കാണുന്ന എല്ലാ നോഡ്സും ഒരു HTTP നോഡാണ്. പക്ഷേ HTTP നമുക്ക് ഇനി ഇതിലില്ലാത്ത ഒരു നോഡ് കസ്റ്റമായിട്ട് വിളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കതിന് വേണ്ടത് ഇതിൻ്റെ ഒരു API കീയും അതേപോലെ തന്നെ ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ, ഇതെങ്ങനെയാണ് നമ്മളിവിടെ സ്ട്രക്ചർ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കിയയിൽ നമ്മൾ ജസ്റ്റ് സോറാൻ്റെ ഉള്ളിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു API സെക്ഷൻ കണ്ടോ, അവിടെ പോയാൽ അവരുടെ ഡോക്യുമെൻറ്റേഷൻ അവൈലബിൾ ആണ്.
അപ്പോൾ ഇതിലവിടെ എങ്ങനെയാണ് നമ്മൾ ക്വറി കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ നമ്മുടെ പാരാമീറ്റേഴ്സ് എന്തെല്ലാം അവൈലബിൾ ആണ്, എന്തെല്ലാം റിക്വയർഡ് ആണ്, എന്തെല്ലാം ഓപ്ഷണലാണ്, അങ്ങനത്തെ എല്ലാ ഡോക്യുമെൻറ്റേഷനും ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാൻ പറ്റുക. ഒന്ന് ക്രിയേറ്റ് ടാസ്ക്, ഒന്ന് ക്വറി ടാസ്ക്. അപ്പോൾ ആദ്യം തന്നെ ഈ ക്രിയേറ്റ് ടാസ്ക് എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പോസ്റ്റ് മെത്തേഡ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു N8N ഉള്ളിൽ നിന്ന് നമ്മൾ ഡാറ്റ കിയയിലേക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ ഈ ഒരു കിയയിലേക്ക് സെൻഡ് ചെയ്യണതിൻ്റെ പാരാമീറ്റേഴ്സും കാര്യങ്ങളും നമ്മൾ ഇതേപോലെ ഫോളോ ചെയ്തിട്ട് കൊടുത്താലാണ് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതിന് ശേഷം നമ്മൾ ക്വയറി ടാസ്ക് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടേക്ക് കൊടുത്ത ആ ഒരു റിക്വസ്റ്റ് നമ്മൾ തിരിച്ച് അങ്ങോട്ട് വിളിക്കണം, അതായത് നമ്മുടെ N8Nലോട്ട് തിരിച്ച് വിളിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്വയറി ടാസ്ക് ഈ ഒരു ഫംഗ്ഷനാലിറ്റി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഗെറ്റ് മെത്തേഡാണ്, അതായത് നമ്മൾ ഇങ്ങോട്ട് ഗെറ്റ് ചെയ്യാണ്. അപ്പോൾ ആദ്യത്തേത് പോസ്റ്റ് ആയിരിക്കും, രണ്ടാമത്തേത് ഗെറ്റ് ആയിരിക്കും. കാരണം ആദ്യം നമ്മൾ അങ്ങോട്ട് നമ്മുടെ വീഡിയോ എന്താ പറയുക പ്രോംസും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് കിട്ടണം. അപ്പോൾ ഈ ഒരു HTTP നമ്മൾ മാനുവലായിട്ട് സെറ്റ് ചെയ്യണം എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളൊരു HTTP നോഡിൽ പോയിട്ട് നമുക്ക് ഒന്നെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഇത് കോപ്പി ചെയ്ത് ഇവിടെ URL കറക്റ്റ് കൊടുത്ത് എന്നിട്ട് നമ്മൾ ഹെഡർ എന്താണെന്നുള്ളത് കറക്റ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഹെഡർ എന്താ വേണ്ടത് അതെല്ലാം ഇവിടെ വായിച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനെക്കാട്ടി ഈസി മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം എല്ലാ API ഡോക്യുമെൻറ്റേഷൻസിൻ്റെയും ഉള്ളിൽ ഒരു കേൾ കമാൻഡ് കാണും. ഈ ഒരു കേൾ എന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മുടെ N8Nൻ്റെ ഒരു HTTP നോഡിൽ പോയിട്ട് ഇവിടെ കണ്ടോ ഇമ്പോർട്ട് കേൾ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്താൽ കണ്ടോ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പോപ്പുലേറ്റ് ആയി. നമ്മുടെ ഒരു HTTP നോഡ് ഓട്ടോമാറ്റിക്കായിട്ട് പോപ്പുലേറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മളിവിടെ ആകെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ API കീ മാറ്റണം, ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ API കീ നമുക്ക് എവിടെ നിന്നാണ് കിട്ടണമെന്ന് വെച്ചാൽ നമ്മളെല്ലാ APIയും കിട്ടുന്ന പോലെ തന്നെ നമ്മുടെ കീയിൽ ലോഗിൻ ചെയ്തിട്ട് ഇവിടെ API കീ പുതിയൊരു API കീ ക്രിയേറ്റ് ചെയ്തിട്ട് അത് കോപ്പി ചെയ്ത് അവിടെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ API കീ എന്തെങ്കിലും ഒരു റാൻഡം സ്ട്രിങ് ആയിരിക്കും. അപ്പോൾ അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെൻഡ് ബോഡി എന്നുള്ള സെക്ഷൻ കണ്ടു, ഇവിടെയാണ് നമ്മൾ നമ്മുടെ പാരാമീറ്റേഴ്സ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാരാമീറ്റേഴ്സ് എന്താണെന്നുള്ളത് ഇവിടെ നമുക്ക് ജസ്റ്റ് നോക്കിയാൽ തന്നെ ഏകദേശം മനസ്സിലാവും. അതായത് നമ്മൾ ഏത് മോഡലാണ് യൂസ് ചെയ്യണത്, നമ്മുടെ ഇൻപുട്ട്, നമ്മുടെ പ്രോംപ്റ്റ് എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ ആസ്പെക്ട് റേഷ്യോ, നമ്മുടെ എത്ര ഫ്രെയിംസ്, ഇത് എത്ര സെക്കൻഡ്സ് എന്നാണ്. അപ്പോൾ n ഫ്രെയിംസ് എന്നുള്ളത് സെക്കൻഡ്സ് ആണ്. അത് നമുക്ക് സോറയിൽ 10 അവൈലബിൾ ആണ്, 15 അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റിമൂവ് വാട്ടർമാർക്ക് ട്രൂ, അതായത് വാട്ടർമാർക്ക് ഇല്ലാതെ കിട്ടും. നമ്മുടെ സോറ 2 വീഡിയോസ് കണ്ടവർക്ക് അറിയാം, അതിങ്ങനെ ഒരു വാട്ടർമാർക്ക് ഇങ്ങനെ വാട്ടർമാർക്ക് പോയി കളിക്കണ്ടല്ലോ, ആ ഒരു സാധനം റിമൂവ് ആയിട്ട് നമുക്ക് കൊമേഴ്ഷ്യലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് HTTP നോഡ്. ആ HTTP നോഡാണ് ഞാനിവിടെ 2 സ്ഥലത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടു പോയത്, ഈ ഒരു HTTP നോഡിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു API കീ മാറ്റിയിട്ട് നമ്മുടെ ഈ ഒതൻറ്റിക്കേഷനിൽ ജനറിക് കൊടുത്തിട്ട് നമ്മുടെ ഹെഡർ ഓത്ത് സെറ്റ് ചെയ്താൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു API കീ സെറ്റ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ നോഡ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ പിന്നെ API കീ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ ഒരു പ്രീ ഡിഫൈൻഡ് API കീ സെറ്റ് ചെയ്താൽ പിന്നെ ഈ ഒരു മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെ ഇത് ഓഫ് ആക്കിയിട്ട് നമ്മുടെ ഈ ഒരു ഓതറൈസേഷൻ ടൈപ്പിൽ നമ്മുടെ ഒരു ജനറിക് ആയിട്ടുള്ള ഓതറൈസേഷൻ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു API ഞാനിവിടെ ആദ്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു API കീ എനിക്ക് എല്ലായിടത്തും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കിയ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കിയൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ API കീ കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു കിയ നോഡിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മൾ ഹെഡർ ഓത്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ ഒരു പുതിയ കീ സെറ്റ് ചെയ്യുക. ഇവിടെ പുതിയൊരു ന്യൂ ക്രെഡൻഷ്യൽ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നമ്മളിവിടെ ഓതറൈസേഷൻ ബെയറർ കാണിച്ചു തരാം, ബെയറർ സെറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കീ എന്താണോ അത് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ആ ഒരു കീ സെറ്റ് ചെയ്യണത്.
എന്നിട്ട് നമ്മുടെ ഈ ഒരു JSON പാരാമീറ്റേഴ്സിൽ നമുക്ക് മാനുവലായിട്ട് കൊടുക്കുന്നതിന് പകരം ഇവിടെ നമുക്കൊരു വേരിയബിൾ വേണം. അതായത് ഹാർഡ് കോഡഡ് സാധനം അല്ലാതെ നമുക്ക് വേരിയബിൾ ആയിട്ടുള്ള ഒരു ഡാറ്റ വേണം. അപ്പോൾ അതിനാണ് നമ്മുടെ ഗൂഗിൾ ഷീറ്റ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗൂഗിൾ ഷീറ്റ്സിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മുടെ ഇമേജ്, അതുപോലെ പ്രൊഡക്റ്റിൻ്റെ ഇമേജ്, നമ്മുടെ ICP, കസ്റ്റമർ പ്രൊഫൈൽ, പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ്, വീഡിയോ സെറ്റിംഗ്, ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇവിടെ നിന്ന് ഫെച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫെച്ച് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് കോളം സ്റ്റാറ്റസ് റെഡി. അതായത് നമ്മുടെ ഈ ഒരു ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാനിവിടെ ഇത് സെറ്റ് ചെയ്തു. എന്നിട്ട് ഇത് ഞാൻ ഒരു പുതിയ പേര് കൊടുത്തു. ഓക്കെ, പാരച്യൂട്ട് ഓയിൽ 3. അപ്പോൾ ഇത് റെഡി എന്ന് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ റണ്ണ് ചെയ്താൽ ഈ റോ ആയിരിക്കും ഫെച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഫിൽറ്ററും കൂടി വെച്ചിട്ടുണ്ട്. അതായത് റിട്ടേൺ ഓൺലി ഫസ്റ്റ് മാച്ചിങ് റോ. അപ്പോൾ ഒരേ സമയം ഒറ്റ റോയെ പോവുള്ളൂ. കാരണം നമുക്ക് എല്ലാം കൂടെ പ്രോസസ്സ് ചെയ്യാൻ കഴിയില്ല. ഒരു സമയം ഒരു വീഡിയോ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആദ്യത്തെ റോ ഏതാണോ അത് അങ്ങോട്ട് സെൻഡ് ആയിക്കോളും. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ഒരു AI ഏജൻറ്റ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ AI ഏജൻറ്റിൻ്റെ ഫങ്ഷനാലിറ്റി ഇത്രയേ ഉള്ളൂ. നമുക്ക് സോറയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, സോറ 2ലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോംപ്റ്റ് വേണം. ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് അനുസരിച്ച്. അപ്പോൾ ഇവിടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു സിസ്റ്റം പ്രോംപ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് യൂസർ മെസ്സേജ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് UGC കോണ്ടൻറ്റിന് വേണ്ടിയിട്ടാണ്. ഈ UGC മാറ്റിയിട്ട് നമുക്ക് ബോഡി ക്യാം ഫൂട്ടേജ് അല്ലെങ്കിൽ ക്യാമറ ഫൂട്ടേജ് എന്ത് രീതി വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ HTTP നോഡ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സോറ വീഡിയോ ഈ ഒരു കിയയിൽ പോയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ കിയയിൽ നമുക്ക് 2 വീഡിയോസ് ഫ്രീ ആയിട്ട് കിട്ടും. അത് എവിടെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്രെഡിറ്റ്സ് ഇവിടെ നിങ്ങൾക്ക് 80 ക്രെഡിറ്റ്സ് അവൈലബിൾ ആയിരിക്കും. ഞാനിവിടെ ഒരു $5 വെച്ചിട്ട് 1000 ക്രെഡിറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങണമെന്നില്ല. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ 2 വീഡിയോസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ സോറ മോഡൽ 30 ക്രെഡിറ്റ്സ് ആണ് 10 സെക്കൻഡിന് വേണ്ടി യൂസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് 2 വീഡിയോ അത് വെച്ച് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു റിക്വസ്റ്റ് നമ്മൾ ഇതിലോട്ട് അയക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ ലോഗ്സിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ റണ്ണിങ് എന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോ റണ്ണിങ്, അതായത് നമ്മുടെ ഒരു വീഡിയോ ജനറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഒരു സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ലൂപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്തു. കാരണം നമ്മുടെ ഒരു വീഡിയോ ജനറേഷൻ ചെയ്ത ആൾക്കാർക്ക് അറിയാം നമ്മുടെ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ ചിലപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ എടുത്തുനിന്ന് വരും. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും വീഡിയോ കിട്ടുമ്പോൾ അത് ജനറേറ്റഡ് ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു വെയിറ്റ് നോഡ് 2 മിനിറ്റ് വെക്കുന്നതിന് പകരം നമ്മളത് ലൂപ്പായിട്ട് ആയോ എന്ന് ചോദിച്ചിട്ട് ആവുന്നത് വരെ നമ്മൾ ലൂപ്പായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഒരു 10 സെക്കൻഡ് വെയിറ്റ് ഉണ്ട്. എന്നിട്ട് ഇവിടെ നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മുടെ ഗെറ്റ് വെച്ചിട്ടുള്ള കീ ആൻഡ് API, അതായത് നമ്മുടെ ആ ഒരു സോറയിൽ നമ്മൾ ഇവിടെ റിക്വസ്റ്റ് കൊടുത്തു, എന്നിട്ട് അത് തിരിച്ച് കിട്ടാനുള്ള API നോഡാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പോസ്റ്റിൽ നമുക്കൊരു ടാസ്ക് ID അവൈലബിൾ ആയിട്ട് കിട്ടും. ആ ഒരു ടാസ്ക് ID നമ്മളിവിടെ കണക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ടാസ്ക് ID വെച്ചിട്ട് നമ്മുടെ ഏത് വീഡിയോ ആണെന്നുള്ളത് അവർക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ക്രോസ് റെഫറൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ടാസ്ക് ID കിട്ടിയതിന് ശേഷം അവർ ഔട്ട്പുട്ട് തരും. ഒന്നെങ്കിൽ സക്സസ്, അല്ലെങ്കിൽ റണ്ണിങ്, അല്ലെങ്കിൽ ഫെയിൽഡ്. ഓക്കെ, അപ്പോൾ സക്സസ് ആയാലാണ് നമ്മുടെ വീഡിയോ റെഡി ആയെന്ന് മനസ്സിലാവുക. അപ്പോൾ അതുവരെ ഇത് റൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ഇഫ് കണ്ടീഷണൽ നോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു മെസ്സേജ് സക്സസ് ആണെങ്കിൽ മുന്നോട്ട് പോകാൻ പറയും, അതായത് നമ്മുടെ ഗൂഗിൾ ഷീറ്റിലോട്ട് അപ്ഡേറ്റ് ചെയ്യാൻ. അപ്പോൾ അത് സക്സസ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതുവരെ ലൂപ്പായിക്കൊണ്ടിരിക്കും. ഓരോ 10 സെക്കൻഡ്സും ലൂപ്പായി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ അവസാനത്തെ നോഡിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു UGC ഷീറ്റിലോട്ട് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് നെയിം വെച്ചിട്ടാണ് മാച്ച് ചെയ്യണത്. ഈ പ്രൊഡക്റ്റ് നെയിം എന്നുള്ളത് ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഒരേ നെയിമുള്ള പ്രൊഡക്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വേണേൽ 1 2 എന്നിടാം. അല്ലെങ്കിൽ ഇവിടെ ഒരു പുതിയ കോളം സെറ്റ് ചെയ്തിട്ട്
അവിടെ 1 2 3 നമ്പേഴ്സ് ഇട്ടിട്ട് ആ ഒരു നമ്പർ ID മാച്ച് ചെയ്താലും മതി. ഞാനിവിടെ ജസ്റ്റ് എനിക്ക് ഈസി ആയത് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഞാൻ പ്രൊഡക്റ്റാണ് മാച്ച് ചെയ്തത്. എന്നിട്ട് നമ്മുടെ സ്റ്റാറ്റസ് റെഡി എന്നുള്ളത് ഫിനിഷ് ആയിട്ട് മാറും. എന്നിട്ട് നമ്മുടെ ലിങ്ക് ഈ കിയ എന്നുള്ള ഔട്ട്പുട്ട് വെച്ചിട്ട് നമ്മൾ ആ ഒരു ലിങ്ക് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യും. അതിനുള്ള ഒരു സ്ട്രിങ് ആണിത്. എന്നിട്ട് ആ ഒരു എക്സ്ട്രാക്റ്റഡ് ലിങ്ക് നമ്മൾ ഇവിടെ സെറ്റായിട്ട് വരും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വർക്ക് ഫ്ലോ. ഈ ഒരു വർക്ക് ഫ്ലോ വളരെ സിമ്പിളാണ്. പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് UGC കോണ്ടൻ്റ് ആണ്. ഈ UGC മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രീതിയിലുള്ള ഫൂട്ടേജ്, അതായത് നമ്മുടെ വാക്കിംഗ് ഫൂട്ടേജോ അല്ലെങ്കിൽ ഫൗണ്ട് ഫൂട്ടേജോ അങ്ങനെ എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോംപ്റ്റ് സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഡയലോഗ്സ്, നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സെറ്റിങ് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഞാൻ ഈ ഒരു ഷീറ്റ് ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ഡ്രൈവിലോട്ട് കോപ്പി ചെയ്തിട്ട് പിന്നെ അത് ഇവിടെ നിന്ന് മാനുവലായിട്ട് ലിങ്ക് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വർക്ക് ഫ്ലോ ടെംപ്ലേറ്റ് ഞാൻ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ പോയിട്ട് ഇമ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഫ്ലോ അവൈലബിൾ ആയിട്ട് കിട്ടും. അതിൽ നിന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗൂഗിൾ ഷീറ്റ്സ് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കിയ API ഇവിടെ കണക്ട് ചെയ്യുക. വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ കിയ API ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ API കീസിൽ അവൈലബിൾ ആണ്. നിങ്ങൾ kia.ai അവിടെ പോയിട്ട് നിങ്ങളുടെ API ക്രിയേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി. 2 വീഡിയോസ് ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മളെ പ്രൊഡക്റ്റ് ഇമേജ് കൊടുക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇമേജ് ഒരു പബ്ലിക്ലി അവൈലബിൾ ലിങ്കായിട്ട് കൊടുക്കണം. അല്ലാതെ നമ്മുടെ റാൻഡം നമ്മുടെ പബ്ലിക്ലി അവൈലബിൾ ആയിട്ടുള്ള ലിങ്ക് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കിയ APIക്ക് നമുക്ക് ആ ഒരു ലിങ്ക് വലിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു സൈറ്റിൽ പോവുക, imagebb.com. അവിടെ നമ്മൾ പോയിട്ട് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തു. എന്നിട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു വ്യൂവർ ലിങ്ക് അല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ഈ ഒരു ഡയറക്റ്റ് ലിങ്കാണ് വേണ്ടത്. ഈ ഡയറക്റ്റ് ലിങ്കാണ് ഈ ഹോൾ വേൾഡ് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ലിങ്കാണിത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇമേജ് ആയിട്ട് കൊടുത്താൽ ഇതിപ്പോൾ നമുക്ക് ലോകത്തുള്ള എല്ലാവർക്കും ഈ ഒരു ലിങ്ക് എന്താ പറയുക അവൈലബിൾ ആണ്. അതായത് മീൻസ് ഈ ഒരു ഇമേജ് ഈ ഒരു ലിങ്ക് വെച്ച് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു UGC കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ പ്രൊഡക്റ്റ് മാത്രം പോരാ, പ്രൊഡക്റ്റിൻ്റെ കൂടെ ആ ഒരു ഹ്യൂമണും കൂടി നമ്മുടെ കസ്റ്റം ഹ്യൂമൺ വേണമെന്നുള്ളത്, അതായത് നമ്മളെ അവതാർ ആരാണെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോറ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം സോറയ്ക്ക് ഗൈഡ് ലൈൻസ് അനുസരിച്ച് അവരുടെ ഹ്യൂമൺ ഫേസസ് അത് AI ജനറേറ്റഡ് ആണെങ്കിലും അത് നമുക്ക് അവിടെ വീഡിയോ ജനറേഷന് യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ എറർ വരും, ഫെയിൽഡായി പോകും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ, ഞാൻ ഈ സോറ മാറ്റിയിട്ട് നമ്മൾ കിയയിൽ പോയിട്ട് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ വിയോ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ സോറ യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, സോറ ഇപ്പോൾ അത്യാവശ്യം ട്രെൻഡിങ് ആണ്. അതുപോലെ തന്നെ സോറ ആ ഒരു നാച്ചുറൽ ടോണ് കിട്ടും. അതായത് നമ്മളൊരു ഫോണിൽ എടുത്ത ആ ഒരു ടോണിലാണ് സോറയുടെ അധികം വീഡിയോസും. അപ്പോൾ ആ ഒരു ഒതൻറ്റിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മോഡലും നിങ്ങളുടെ പ്രൊഡക്റ്റും ഒരുമിച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഒരു വിയോ 3യിൽ പോയിട്ട് നമ്മുടെ ഈ സോറ കണക്ട് ചെയ്ത അതേപോലെ തന്നെ വിയോൻ്റെ API ഡോക്യുമെൻറ്റേഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇതാ കണ്ടോ കേള്, ഇത് നമ്മൾ കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ പോയിട്ട് നമ്മളൊരു HTTP നോഡ് സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് വിയോ 3.1 വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഞാൻ ഈ സെൻഡ് ഹെഡർ മാറ്റിയിട്ട് ഞാൻ ഒതൻറ്റിക്കേഷൻ, എനിക്ക് കിയയുടെ ഒതൻറ്റിക്കേഷൻ അവൈലബിൾ ആണ് ഹെഡറിൽ. ഓക്കെ, കണ്ടോ, ഇതിപ്പോൾ ഞാൻ റൺ ചെയ്താൽ ഈ ഒരു വീഡിയോ ജനറേറ്റ് ആവും. ഇവിടെ നമ്മൾ മാറ്റാനുള്ളത് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആ ഒരു റെഫറൻസ് ഇമേജ്, അതുപോലെ തന്നെ നമ്മുടെ പ്രോംപ്റ്റ്, ഇത് നമുക്ക് നേരത്തെ നോട്ട്സിൽ നിന്ന് മാപ്പ് ചെയ്യുക. മാപ്പിംഗ് എങ്ങനെയാണെന്നുള്ളതൊക്കെ മുന്നത്തെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ.
ഈ ഒരു വർക്ക് ഫ്ലോ ഡിഫൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു UGC കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ താല്പര്യം ഉള്ള എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ്. കാരണം ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വർക്ക് ഫ്ലോ ആണ്. അപ്പോൾ ഞാൻ ഈ വർക്ക് ഫ്ലോനെ പറ്റി ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു. അപ്പോൾ ഈ സംഭവം ഈ വർക്ക് ഫ്ലോ എവിടെ റൺ ചെയ്യേണ്ടതെന്ന് ഇതുവരെ അറിയാത്ത ആൾക്കാർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഈ ഒരു പ്ലാറ്റ്ഫോം N8 ആണ്. അതായത് ഇവിടെ നമ്മളെ AI ഓട്ടോമേഷൻസ് അതേപോലെ തന്നെ എന്ത് രീതിയിലുള്ള ഓട്ടോമേഷൻസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ N8 എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നമ്മൾ n8n.io ലിങ്കിൽ പോയാൽ നമ്മുടെ ഈ ഒരു N8 നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇത് 2 ആഴ്ച ഫ്രീ ആണ്. അതിനുശേഷം നമ്മൾ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ സെൽഫ് ഹോസ്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ സെൽഫ് ഹോസ്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പ്രൈസിങ് കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് എക്സിക്യൂഷൻസ് ചെയ്യാൻ പറ്റും. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ €20 ഒരു മാസം കൊടുക്കണം. അതിൽ തന്നെ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള എക്സിക്യൂഷൻസേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ സെൽഫ് ഹോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുക്കുക. അത് ഒരു വർഷത്തിന് നമുക്ക് ഏകദേശം 6,000-7,000 രൂപയേ വരുള്ളൂ. പക്ഷേ നിങ്ങൾ സീരിയസ് ആയിട്ട് വർക്ക് ഫ്ലോ ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ഒരാളാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക നിങ്ങൾ സെൽഫായിട്ട് ഹോസ്റ്റ് ചെയ്യുക ഒരു VPSൽ ഹോസ്റ്റിംഗർ പോലത്തെ. അതിനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് N8n. ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സൈൻ ഇൻ ചെയ്തിട്ട് ആണ് ഈ ഒരു വർക്ക് ഫ്ലോ ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ടെംപ്ലേറ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഷീറ്റ്സിൻ്റെ ടെംപ്ലേറ്റും ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇമ്പോർട്ട് ഫ്രം ഫയൽ ചെയ്തിട്ട് നമ്മുടെ ഒരു ഫയൽ ഇമ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഷീറ്റ്സ് നമ്മുടെ ഷീറ്റ്സിൽ കോപ്പി ചെയ്തിട്ട് അതുപോലെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ Kia API കണക്ട് ചെയ്യുക. നമ്മുടെ imagepb.com എന്നുള്ള ഈ സൈറ്റിൽ പോയിട്ട് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് എടുത്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഫൈല്, പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ്, കാര്യങ്ങൾ ഇതെല്ലാം ജസ്റ്റ് GPT വെച്ച് ജനറേറ്റ് ചെയ്ത് റാൻഡമായിട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ റെഡിന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ബട്ടൺ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ റെഡിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി, കുഴപ്പമില്ല. അത് റൺ ആവും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഔട്ട്പുട്ട് ഫിനിഷ്ഡ് ഫയൽ ഔട്ട്പുട്ട് ഇവിടെ ലിങ്ക് വരും. അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്താ പറയുക, ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആവും. നിങ്ങളുടെ ഡൗൺലോഡ് ഫയൽസിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ നാളെ